യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ശിഷ്യന്മാർ എന്ന് പറയുമ്പോൾ തന്നെ അനുഗമിച്ചവർ, അതിലൊരു പ്രധാനിയായിരുന്ന ഒരു മനുഷ്യന്റെ ഒരു ചരിത്രം കിടപ്പുണ്ട്. ആ മനുഷ്യനെ ഒരിക്കൽ അസൂയാലുക്കളായ ചില ആളുകൾ മൂലം ഒരു കാരാഗൃഹത്തിന്റെ അകത്ത് അടയ്ക്കപ്പെടേണ്ടതായി വന്നു. അദ്ദേഹവും തന്റെ സ്നേഹിതരും കാരാഗൃഹത്തിന്റെ അകത്ത് കിടക്കുമ്പോൾ അവർ ശാന്തമായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ബൈബിളിൽ വളരെ വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട്. എല്ലാം പറയുവാൻ ഈ സമയം വിനിയോഗിക്കുന്നില്ല. അങ്ങനെ അവർ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു വ്യത്യസ്തമായ കാര്യം സംഭവിക്കും. ആ കാരാഗൃഹത്തിന്റെ അടിസ്ഥാനം അഥവാ ഒരു ഭൂമികുലുക്കം പോലെ ആ കാരാഗൃഹം ഇളകാൻ തുടങ്ങി. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു അസാധാരണമായ സംഭവം ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ പ്രത്യേക അന്തരീക്ഷത്തിലുണ്ടായി. ഇനി സന്യാസമേഖല ഒരു കാര്യം പറയാം. പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. ഇവിടുന്നോട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഈ പ്രഭാഷണങ്ങളും ഈ പ്രാർത്ഥനകളുമൊക്കെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിനാണ്. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടേണ്ടതിനാണ്.